350 ഗ്രാം മാത്രം തൂക്കവുമായി ഗുരുതരാവസ്ഥയിൽ പിറന്ന നവജാത ശിശു നോവയ്ക്ക് പുതുജീവനേകി എറണാകുളം ലൂർദ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘം. നവജാത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ റോജോ ജോയിയുടെ നേതൃത്വത്തിൽ 100 ദിവസത്തിലധികം നീണ്ട ചികിത്സയിലൂടെയാണ് കുഞ്ഞു നോവയെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ നവജാത ശിശുവാണ് നോവയെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 ആഴ്ചയെങ്കിലും അമ്മയുടെ ഉദരത്തിൽ വളർച്ച പ്രാപിക്കുന്ന കുഞ്ഞുങ്ങളാണ് പൂർണ്ണ ആരോഗ്യത്തോടെ ജനിക്കുന്നത്. എന്നാൽ നോവയുടെ കാര്യത്തിൽ അതിജീവനത്തിന് ആവശ്യമായ കുറഞ്ഞ വളർച്ച പോലും എത്താതെ 23ാമത്തെ ആഴ്ചയിലായിരുന്നു ജനനം. കൂടാതെ ജനനസമയത്ത് അമ്മ സുജിഷയ്ക്ക് അണുബാധ ഉണ്ടായിരുന്നതും കുഞ്ഞിന്റെ അവസ്ഥ സങ്കീർണമാക്കി. ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നതിനായി ലേബർ റൂമിൽ വെച്ച് തന്നെ കുഞ്ഞിന് കൃത്രിമശ്വാസം നൽകി. പിന്നീട് 1 മാസത്തോളം NICUവിൽ വെന്റിലേറ്റർ സഹായത്തോടെ കൃത്രിമ ശ്വാസോച്ഛ്വാസം തുടരുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ അത്യാധുനിക നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ സംവിധാനത്തിലേക്ക് മാറ്റി. കുഞ്ഞിന് പോയിന്റ് ഓഫ് കെയർ എക്കോകാർഡിയോഗ്രാം, ന്യൂറോസോണോഗ്രാം എന്നിവ ചെയ്യുകയും ഹൃദയമിടിപ്പ് കുറവായതിനാൽ അത് നിലനിർത്തുന്നതിന് ആവശ്യമായ മരുന്നുകളും നൽകുകയും ചെയ്തു. നോവയുടെ പരിചരണത്തിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുകയും ചെയ്തിരുന്നതായി ലൂർദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ ഫാദർ ജോർജ് സെക്വേര പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ കുഞ്ഞ് നോവ പിറന്നു വീണത് ലൂർദ് ഹോസ്പിറ്റലിലാണ്. 23 ആഴ്ചകളെ ആയുള്ളൂ നോവ പിറന്നു വീണപ്പോൾ. അതിജീവനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും. കാരണം ഒരു അവയവവും പൂർണ്ണമായിട്ടുള്ള വളർച്ച എത്തിയിട്ടുണ്ടായില്ല. ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞിനെ 100 ദിവസത്തെ വളരെ സമഗ്രമായിട്ടുള്ള ആരോഗ്യ പരിപാലനത്താൽ ഇപ്പോൾ ലൂർദ് ഹോസ്പിറ്റലിൽ പുതുജീവനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നവജാത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ റോജോ ജോയി, ഡോക്ടർ അശ്രിൻ നൌഷാദ്, ഡോക്ടർ അനുഭവ്, ഡോക്ടർ മെവിൻ ജോസഫ്, ഡോക്ടർ MS കാവേരി, ഡോക്ടർ S അഫീന, ഡോക്ടർ അപർണ രാജ്, ലൂർദ് ആശുപത്രി ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദിവ്യ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. നിലവിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്വന്തമായി ശ്വാസോച്ഛ്വാസം എടുക്കാൻ കഴിയുന്നുണ്ടെന്നും കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി മറ്റ് സപ്പോർട്ടുകൾ ഇല്ലാതെ മാതാവിനോടൊപ്പം സാധാരണ മുറിയിലാണ് കുട്ടി ഉള്ളതെന്നും ഡോക്ടർ റോജോ ജോയ് അറിയിച്ചു. ഇപ്പോൾ കുട്ടിക്ക് 1.850 കിലോഗ്രാം ഭാരമുണ്ടെന്നും അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നും ഡോക്ടർ വ്യക്തമാക്കി. ഷെക്കന ന്യൂസ്, കൊച്ചി.